ഹലോ, ബിൽഡ് യുവർ കരിയറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കീർത്തി. ഇന്ന് നമ്മൾ നോക്കുന്നത് മാത്സിലെ സിംപ്ലിഫിക്കേഷൻ ആണ്. അപ്പം എങ്ങനെയാണ് സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനകത്ത് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സിംപ്ലിഫിക്കേഷനകത്ത് നമ്മൾ കുറേ ട്രിക്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. മൾട്ടിപ്ലിക്കേഷൻ ട്രിക്സ്, ക്യൂബ്സ്, ക്യൂബ് റൂട്ട്സ്, സ്ക്വയേഴ്സ്, സ്ക്വയർ റൂട്ട്സ്. അപ്പം ഇതൊക്കെ എങ്ങനെയാണ് സിംപ്ലിഫിക്കേഷനിൽ അപ്ലൈ ചെയ്യേണ്ടത്, ഇതൊക്കെ എവിടെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കൺഫ്യൂഷൻ അത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വന്നിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻസിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി ഞാൻ ഈ പറഞ്ഞ ട്രിക്സുകളൊന്നും അറിയില്ല അല്ലെങ്കിൽ അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഷോർട്ട് വീഡിയോസ് ആയിട്ട് നമ്മൾ ക്യൂബ്സ്, ക്യൂബ് റൂട്ട്സ്, സ്ക്വയേഴ്സ്, സ്ക്വയർ റൂട്ട്സ് ചെയ്തിട്ടുണ്ട്. മൾട്ടിപ്ലിക്കേഷൻ ട്രിക്സ് ഫുൾ വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മളിവിടെ ചെയ്യുന്നതിന് ഒപ്പം തന്നെ നിങ്ങളും ചെയ്തു പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, if x plus 1 by x is equal to 65, നമ്മൾ എന്ത് ചെയ്യണം? x square plus 1 by x squareന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ 65 എന്ന് പറയുന്ന വാല്യൂ മാത്രമേ ഡിഫറെന്റ് ആയിട്ട് വരാറുള്ളൂ. സെയിം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. നമ്മൾ ആദ്യം ഇത് എഴുതുകയാണ്. x plus 1 by x is equal to 65 എഴുതി. എന്നിട്ട് രണ്ട് സൈഡും സ്ക്വയർ ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? x plus 1 by x the whole square is equal to 65 square എന്ന് കിട്ടും. ഇത് ഏത് ഫോമിലാണ് കിടക്കുന്നത്? a plus b the whole square ഫോമിലാണ് കിടക്കുന്നത്. a plus b the whole square. അപ്പൊ നമുക്ക് എന്തറിയാം? a square plus b square plus 2ab. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി അതാണ് ചെയ്യാൻ പോകുന്നത്. ഇതിനെ എക്സ്പാൻഡ് ചെയ്യാണ്. x square plus 1 by x the whole square plus 2 into x into 1 by x is equal to 65 square. ഇവിടെ x ക്യാൻസൽ ആവും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? x square plus 1 by x square എന്ന് കിട്ടും. 1 square 1 തന്നെയാണ്. ഇവിടുത്തെ പ്ലസ് 2നെ നമ്മൾ എന്ത് ചെയ്യും? RHSലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 65 square minus 2 എന്ന് കിട്ടും. അപ്പൊ ഇപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? x square plus 1 by x square എന്ന് വെച്ചാൽ 65 square minus 2 ചെയ്താൽ കിട്ടുന്ന ആൻസർ ആയിരിക്കും. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? 65 സ്ക്വയർ കണ്ടുപിടിക്കണം. ഇതിന്റെ ആൻസർ നമുക്ക് എന്തായാലും അറിയില്ല അല്ലെ? നമ്മൾ ചെയ്ത് തന്നെ നോക്കണം. ഇവിടെയാണ് നമ്മൾ ആദ്യത്തെ ട്രിക്ക് യൂസ് ചെയ്യേണ്ടത്, സ്ക്വയർ കണ്ടുപിടിക്കാനുള്ള ട്രിക്ക്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? 5 സ്ക്വയർ. അപ്പൊ ഇത് നോക്കാത്തവർ, ഞാൻ വീഡിയോ കാണാൻ പറഞ്ഞിട്ടും കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പിന്നെയും എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. അപ്പൊ ആദ്യം 5 സ്ക്വയർ കണ്ടുപിടിക്കുക. ആൻസർ 25 ആണ്. സോ 5 ഇവിടെ എഴുതി. 2 ക്യാരി ഓവർ ചെയ്ത് താഴേക്ക് ഇട്ടു. അടുത്തത് 2 into 6 into 5. ഈ 2 വന്നത് സ്ക്വയർ ആയതുകൊണ്ടാണ്. അപ്പൊ 6 into 5 30, 30 into 2 60, 60 plus 2 62 ആണ്. 2 നമ്മൾ ഇവിടേക്ക് എഴുതി. 6 ക്യാരി ഓവർ ചെയ്തു പ്ലസ് 6 സ്ക്വയർ. 6 സ്ക്വയർ പ്ലസ് 6 എന്ന് പറയുമ്പോൾ നമുക്ക് 36 പ്ലസ് 6 42 എന്നാണ് ആൻസർ കിട്ടുക. സോ ഇവിടെ നമ്മുടെ 65 സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ്? 4225 മൈനസ് 2 എന്നാണ് വരിക. ദാറ്റ് ഈസ് ദ ആൻസർ വിൽ ബി 4223. ഇത് ഓപ്ഷനിൽ ഉണ്ടോ എന്ന് നോക്കുക. ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 4 ക്യൂബ് പ്ലസ് 2 റൈസ് ടു 5. അപ്പൊ നമ്മൾ ഇവിടെ ആദ്യം ചെയ്യേണ്ടത് 4 ക്യൂബ്. ഇതൊക്കെ നമ്മൾ കാണാതെ പഠിക്കേണ്ട കാര്യമാണ് അല്ലെ? 4 ക്യൂബ് എത്രയാണെന്ന് നമുക്കറിയാം? 64 ആണെന്ന് അറിയാം. 2 റൈസ് ടു 5 നമുക്ക് 2 ക്യൂബ് വരെ അറിയാം അല്ലെ? 2 ക്യൂബ് എന്താണെന്ന് അറിയാം? 8 ആണെന്ന് അറിയാം. ദെൻ അവിടുന്ന് 8 into 2 എത്രയാണ്? 16. 16 into 2 എത്രയാണ്? 32. അപ്പൊ 2 റൈസ് ടു 5 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? 32 ആണ് ആൻസർ വരിക. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? റൂട്ട് ഓഫ് 64 പ്ലസ് 32 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുക റൂട്ട് ഓഫ് 96. 96 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പൊ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? 96നെ നമ്മൾ 90 എന്നും 6 എന്നും മാറ്റി എഴുതും. എന്നിട്ട് ആദ്യം 90യുടെ നോക്കും. 90 എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് വരും? 81ഉം മേലേക്ക് പോയി കഴിഞ്ഞാൽ 100ഉമാണ് പെർഫെക്റ്റ് സ്ക്വയർ. 81 എന്ന് പറഞ്ഞാൽ എന്താണ്? 9 സ്ക്വയർ ആണ്. 100 എന്ന് പറഞ്ഞാൽ 10 സ്ക്വയർ ആണ്. അപ്പോൾ 96 എന്ന് പറയുന്നത് എന്താണ്? 9ന്റെയും 10ന്റെയും ഇടയിലാണ്.
അപ്പൊ നമുക്ക് കിട്ടേണ്ട വാല്യൂ 9 പോയിന്റ് സംതിങ് ആണെന്ന് മനസ്സിലായി. 9ൽ വരുന്ന ഒരു വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടേണ്ടത്. പോയിന്റ് ഉണ്ടാവും എന്ന് നമുക്ക് ഓപ്ഷൻസ് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി ചെയ്യേണ്ടത് ഇതിനകത്തുനിന്ന് 6 ബാലൻസ് ഉള്ള 6. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് 9.8, 8.8, 9.1, 8.5. ഇതാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. അത് നമുക്ക് 9 പോയിന്റ് സംതിങ് ആണെന്ന് ക്ലിയർ ആയി. ഇനി ബാലൻസ് ഉള്ളത് 6 ആണ്. അപ്പൊ 6നെ നമ്മൾ എന്ത് ചെയ്യും? 60 ആയിട്ട് കൺസിഡർ ചെയ്യുക. 60 ആയിട്ട് കൺസിഡർ ചെയ്താൽ തൊട്ട് താഴെ വരുന്നത് 49 ആണ്, തൊട്ട് മേലെ വരുന്നത് 64 ആണ്. ഇതെന്താണ്? 7 സ്ക്വയർ ആണ്, ഇത് 8 സ്ക്വയർ ആണ്. അപ്പൊ ഇവിടെ ഒന്നും നമ്മൾ ചെയ്യേണ്ടത് ഓപ്ഷൻസ് നോക്കുക. ഇവിടെ 7 ഒന്നും ഇല്ല അല്ലെ, പോയിന്റ് കഴിഞ്ഞിട്ട് 7 ഇല്ല, 1ഉം 8ഉം ആണുള്ളത്. 1 എന്തായാലും വരില്ല, അപ്പൊ പിന്നെ വരാൻ ചാൻസ് ഉള്ളത് ഏതാണ്? 8 ആണ്. സോ 9.8 ആയിരിക്കും നമ്മുടെ ആൻസർ. അപ്പൊ ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഓപ്ഷനിൽ നിന്നും പോവാനുള്ള ചാൻസും ഉണ്ട്. ഓക്കെ, അപ്പൊ ഓപ്ഷൻസ് ക്ലിയർ ആയി നോക്കിയിട്ട് വേണം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 5 ക്യൂബ് പ്ലസ് 3 റൈസ് ടു 4. അപ്പൊ ആദ്യം 5 ക്യൂബ് എത്രയാണെന്ന് അറിയാം നമുക്ക്, 125 ആണെന്ന് അറിയാം. 3 റൈസ് ടു 4, 3 ക്യൂബ് എത്രയാണെന്ന് അറിയാം, 27 ആണെന്ന് അറിയാം. 27 ഇൻറ്റു 3 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 81 ആണ്. അപ്പൊ അത് ആൻസർ കിട്ടി. സോ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? 125 പ്ലസ് 81 ഡിവൈഡഡ് ബൈ 4 മൈനസ് റൂട്ട് ഓഫ് 169 എന്ന് പറഞ്ഞാൽ 13 ആണ്. 7 സ്ക്വയർ 49 ആണ്. ഇനി 125 പ്ലസ് 81 എന്ന് പറഞ്ഞാൽ 206 ഡിവൈഡഡ് ബൈ 4 മൈനസ് 13 പ്ലസ് 49 ആണ്. 206 by 4 എന്ന് പറഞ്ഞാൽ 24ൽ 5 ടൈംസ് പോകും, 6 4ൽ 1 ടൈമേ പോവുള്ളൂ. പോയിന്റ് ബാലൻസ് ടു 20 എന്ന് പറയുമ്പോൾ 5 എന്ന് വരും. 51.5 മൈനസ് 13 പ്ലസ് 49. ഇവിടെ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ഏത് റൂളാണ്? ബോഡ് മാസ് റൂളാണ് ഫോളോ ചെയ്യേണ്ടത്. ബോഡ് മാസിനകത്ത് ആദ്യം അഡീഷൻ ദെൻ സബ്ട്രാക്ഷൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്? മൈനസ് 13 പ്ലസ് 49, ദാറ്റ് മീൻസ് 49 മൈനസ് 13 എന്നാണ് ചെയ്യേണ്ടത്. 9 മൈനസ് 3 6, 4 മൈനസ് 1 3. സോ നമുക്ക് ആൻസർ എന്ത് കിട്ടും? പോസിറ്റീവ് 36 എന്ന് കിട്ടും. ദാറ്റ് മീൻസ് 51.5 പ്ലസ് 36 എന്നാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ എന്താ കിട്ടുക? 0.5 അങ്ങനെ തന്നെ എഴുതും. 1 പ്ലസ് 6 7, 5 പ്ലസ് 3 8. നമ്മുടെ ആൻസർ 87.5 എന്ന ഓപ്ഷനിൽ ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്യുക. അപ്പൊ ഇതൊക്കെ നമ്മൾ ബേസിക് ആയിട്ട് നമ്പർ സിസ്റ്റത്തിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. അത് നമ്മൾ ഓൾറെഡി വീഡിയോസ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഇത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് പോവാണ്ട് സൈൻ കൺവേർഷൻ ഒക്കെ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. നമ്മുടെ ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ സൈൻ കൺവേർഷന്റെ ഷോർട്ട് വീഡിയോസ് ഒക്കെ കാണാനായിട്ട് പറ്റും. അടുത്തത് 15 ക്യൂബ് ഡിവൈഡഡ് ബൈ 45 സ്ക്വയർ. 15 ക്യൂബ് നിങ്ങൾക്ക് കാണാതെ അറിയാമെങ്കിൽ അത്രയും നല്ലത്. ഇൻ കേസ് ഇനി അത് കാണാതെ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്യൂബ് റൂട്ടിന്റെ മെത്തേഡ് ഫോളോ ചെയ്യണം. അപ്പൊ 15 ക്യൂബ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട മെത്തേഡ് എന്താണ്? 1 ക്യൂബ്, അടുത്ത നമ്പർ എന്താണ്? 1 ഇൻറ്റു 3 ഇൻറ്റു 1 സ്ക്വയർ ഇൻറ്റു 5. അടുത്ത നമ്പർ എന്താണ്? 3 ഇൻറ്റു 1 ഇൻറ്റു 5 സ്ക്വയർ. അടുത്ത നമ്പർ എന്താണ്? 5 ക്യൂബ്. 1 ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. 3 ഇൻറ്റു 1 1 ആണ്. 3 ഇൻറ്റു 5 എന്ത് വരും? 15 എന്ന് വരും. 3 ഇൻറ്റു 25 എന്ന് പറഞ്ഞാൽ 75 ആണ്. 5 ക്യൂബ് എത്രയാണ്? 125 ആണ്. ഇനി 125ല് 5 താഴേക്ക് എടുത്തെഴുതി. 75 പ്ലസ് 12 എന്ന് പറയുമ്പോൾ നമുക്ക് ഈ 12 ഇവിടെ എഴുതി 87 ആണ്. സോ 7 ഇവിടെ എഴുതി, 8 ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. 15 പ്ലസ് 8 എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 23 എന്നാണ് കിട്ടുക. സോ 3 ഇവിടെ എഴുതി, 2 ഇങ്ങോട്ട് ക്യാരി ഓവർ ചെയ്തു. 2 പ്ലസ് 1 നമുക്ക് എന്ത് കിട്ടും? 3 എന്ന് കിട്ടും. സോ നമുക്ക് ഇവിടെ 15 ക്യൂബ് എത്രയാ കിട്ടുന്നത്? 3375 ഡിവൈഡഡ് ബൈ 45 സ്ക്വയർ കണ്ടുപിടിക്കണം അല്ലേ അടുത്തത്. അപ്പൊ 45 സ്ക്വയർ നമ്മൾ ഓൾറെഡി അത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നതാണ് അല്ലെ. 5 സ്ക്വയർ 25 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 5 ഇങ്ങോട്ടേക്ക് എഴുതി, 2 ക്യാരി ഓവർ ചെയ്തു. 2 പ്ലസ് 4 ഇൻറ്റു 5 ഇൻറ്റു 2 എന്നാണ് വരിക. 4 ഇൻറ്റു 5 20, 20 ഇൻറ്റു 2 40, 40 പ്ലസ് 2 42 എന്ന് വരും.
2 ഇവിടെ എഴുതി, 4 ഇങ്ങോട്ട് ക്യാരി ഓവർ ചെയ്തു, പ്ലസ് 4 സ്ക്വയർ. 16 പ്ലസ് 4 എന്ത് വരും? 20 എന്ന് വരും. സോ 45 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 എന്നാണ് നമുക്ക് വരിക. ഓക്കെ, ദെൻ റൂട്ട് 64 എന്ന് പറഞ്ഞാൽ 8 ആണ്, പ്ലസ് 9 സ്ക്വയർ 81 മൈനസ് 27 എന്നാണ് വരിക. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യാണ്. 3375 നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 5/3 എന്നാണ്. ആ സിംപ്ലിഫിക്കേഷൻ ഒന്നും ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യണില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എങ്ങനെയാണ് സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ളത്. അത് ചെയ്ത് വരുമ്പോൾ നമുക്ക് 5/3 എന്ന് കിട്ടും. പ്ലസ് 8 പ്ലസ് 81 മൈനസ് 27 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 54 എന്ന് കിട്ടും. ഇനി ഇത് ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 29/3 പ്ലസ് 54 എന്നാണ് ആൻസർ കിട്ടുക. ദെൻ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 191/3 എന്നാണ്. അത് ഓപ്ഷനിൽ ഉള്ള ഒരു ആൻസർ ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? 191/3 എന്ന് മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാനിവിടെ ഈ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്ത് തരാത്തത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇൻ കേസ് ഇനി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റിലോ എവിടെയെങ്കിലും ഒന്ന് ഇന്റിമേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇന്റിമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അത് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്തു തരാം. അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ. നമ്മൾ 2 ഡിജിറ്റിന്റെയും 3 ഡിജിറ്റിന്റെയും ഒക്കെ മൾട്ടിപ്ലിക്കേഷൻ ട്രിക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് ഇതിന്റെ ഓപ്ഷൻസ് ഒന്ന് നോക്കുന്നത് നമുക്ക് നല്ലതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഇങ്ങനെയുണ്ട്, എ ബി സി ഡി ഇ ഇങ്ങനെയുണ്ട്. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് A3015, B2552, C1974, D6530, E2588 ഇങ്ങനെയാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. ഇനി അടുത്തത് ബിയിലാണെങ്കിൽ A3115, B2552, C1954, D6630, E2688. ഇത് എന്തിനാണ് ഞാനിവിടെ ഓപ്ഷൻ എഴുതിയെന്ന് വെച്ചാൽ നമുക്ക് 2 എണ്ണം കണ്ടുപിടിച്ചാൽ തന്നെ ബാക്കിയുള്ളത് ഓപ്ഷൻസിൽ നിന്ന് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ കുറേ സമയം നമുക്ക് എല്ലാ ആൻസേഴ്സും കണ്ടുപിടിച്ച് സമയം കളയുന്നതിലും നല്ലത് ആദ്യത്തെ കുറച്ചെണ്ണം നോക്കിക്കഴിഞ്ഞ് ഓപ്ഷനിലേക്ക് വന്ന് അതിൽ നിന്ന് ചൂസ് ചെയ്യണതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 45 × 67 ആണ്. നമ്മൾ 2 ഡിജിറ്റ് നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് ചെയ്യാൻ അറിയാം അല്ലെ. 47 × 65 എന്ന് പറഞ്ഞാൽ നമുക്ക് 5 × 7 എന്താണ്? 35 ആണ്. ഇത് വീഡിയോ നമ്മൾ ഫുൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, പോയി നോക്കിയാൽ മനസ്സിലാവും. 5 × 7 35 ആണ്. ബാലൻസ് 3 ഇവിടെ ഉണ്ട്. 4 × 7 28, 28 പ്ലസ് 5 × 6 30 ആണ്. 30 28 പ്ലസ് 30 പ്ലസ് 3 ന് ചെയ്താൽ നമുക്ക് 61 എന്ന് കിട്ടും. സോ 1 ഇവിടെ എഴുതി. ബാലൻസ് 6 നമ്മൾ ഇവിടെ എന്ത് ചെയ്തു? ക്യാരി ഓവർ ചെയ്തു. 6 × 4 24 ആണ്. 24 പ്ലസ് 6 നമുക്ക് എന്ത് കിട്ടും? 30 എന്ന് കിട്ടും. അപ്പൊ ആദ്യത്തേത് എന്താണ്? 3015. ഓപ്ഷനിലേക്ക് പോവുക. 2 എണ്ണം A3015 ആണെന്ന് കിട്ടിയിട്ടുണ്ട് അല്ലെ. 2 എണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഓപ്ഷൻ ബിയും അല്ല ഓപ്ഷൻ ഡിയും അല്ല എന്ന് മനസ്സിലായി. എ അല്ലെങ്കിൽ സി ആയിരിക്കും.
നമുക്കപ്പോൾ അടുത്തത് ചെയ്യാം. അടുത്തത് രണ്ടും രണ്ട് നമ്പറാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്തത് 34 into 78. അപ്പോൾ 4 8s are എത്രയാണ്? 32 ആണ്. സോ 2 ഇവിടെ എഴുതി, 3 ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. 8 3s are 24 ആണ്. 7 4s are 28 ആണ്. ഈ ക്യാരി ഓവർ ചെയ്ത 3യും കൂടെ ആഡ് ചെയ്യുമ്പോൾ 3 + 24 + 28 ചെയ്യുമ്പോൾ നമുക്ക് 55 എന്ന് കിട്ടും. 5 ഇങ്ങോട്ട് എഴുതി, again 5 ക്യാരി ഓവർ ചെയ്തു. 7 into 3 എത്രയാണ്? 21. 21 + 5 എന്താണ്? 26 ആണ്. സോ 2652 ആണ് ബിയുടെ ആൻസർ വരുന്നത്. 2652. ഓപ്ഷൻ എയിൽ 2552 ആണ്. സോ ഓപ്ഷൻ എയും അല്ല, നമ്മുടെ ഓപ്ഷൻ എന്താണ്? സി ആണ് വരുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ, സമയമുണ്ടെങ്കിൽ വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. 31 into 64 എന്ന് വെച്ചാൽ നമുക്ക് 1984 എന്ന് തന്നെയാണ് കിട്ടുക. ദെൻ അടുത്തത് 85 into 78. അത് നമുക്ക് ഇങ്ങനെ ചെയ്യാം. 1 into 4 എന്ന് പറയുമ്പോൾ 4 തന്നെയാണ് വരിക. 08. അപ്പോൾ അത് അങ്ങനെ തന്നെയാണ് വരിക എന്നുള്ളത്. അപ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻസ് വെച്ച് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ബാക്കിയുള്ളത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാ ചെയ്തത്, സ്ക്വയർ എങ്ങനെയാ ചെയ്തത്, ക്യൂബ് എങ്ങനെയാ ചെയ്തത് എന്നുള്ളതൊക്കെയും അത്യാവശ്യം കുഴപ്പമില്ലാണ്ടൊരു എക്സ്പ്ലനേഷൻ ഞാൻ ഇതിനകത്ത് തന്നെ തന്നിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും ആയിട്ട് നമ്മുടെ ഫുൾ വീഡിയോസും ഷോർട്ട് വീഡിയോസും കിടക്കുന്നുണ്ട് ഈ എല്ലാ ടോപ്പിക്സിനെയും കുറിച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ആ വീഡിയോസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇതുപോലത്തെ കൂടുതൽ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.